ഭാഷാ വൈകല്യങ്ങൾ. എന്താണ് കൊഞ്ഞ? അതായത് ലിസ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ കുട്ടിക്ക് പ്രയാസം അനുഭവപ്പെടുകയും തന്മൂലം ഉച്ചാരണത്തിൽ അവ്യക്തത ഉണ്ടാകുന്നതുമാണ് കൊഞ്ഞ. ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ കുട്ടിക്കത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അതാണ് കൊഞ്ഞ. ഇനി എന്താണ് കൊഞ്ചൽ? അതായത് ബേബി സ്റ്റോക്ക്. സാധാരണ കുഞ്ഞു കുട്ടികളിൽ കാണുന്ന ഭാഷണ വൈകല്യമാണ് കൊഞ്ചൽ. തീരെ ചെറിയ കുട്ടികൾ കൊഞ്ചലിലാണ് സംസാരിക്കുക. എന്താണ് അവ്യക്തത? അവ്യക്ത ഭാഷണം, അതായത് സ്ലറിങ്. ഇതിൽ ഓർഗൻസ് ഓഫ് സ്പീച്ച്, അതായത് ചുണ്ട്, നാക്ക്, പിന്നെ താടിയിൽ തുടങ്ങിയവയിൽ വരുന്ന വൈകല്യങ്ങൾ മൂലം ഉച്ചാരണം സ്പഷ്ടമാകാതെ ഇരിക്കുന്നു. ഭയം, വികാരാധീനത, ധൃതിയിലുള്ള സംഭാഷണം തുടങ്ങിയവയും ഇതിന് ഒരു കാരണമാണ്. ഇനി എന്താണ് വിക്ക്? അതായത് സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കുകളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ആവർത്തിക്കുന്നതിന് സ്റ്റട്ടറിങ് എന്നു പറയുന്നു. സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നതിനാണ് സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. എന്നാൽ ദീർഘനേരത്തേക്ക് ശബ്ദമേ പുറപ്പെടുവിക്കാൻ കഴിയാതെ മുഖചേഷ്ടകൾ കാണിക്കുന്നു. ഇതാണ് സ്റ്റാമറിങ്. ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശബ്ദം പുറത്തു വരാതെ അത് മുഖത്തെ ചേഷ്ടകളിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് സ്റ്റാമറിങ്. ഇനി എന്താണ് അപ്രാക്സിയ? ഞരമ്പുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശബ്ദപേശികളെ ബാധിക്കുന്നതാണ് അപ്രാക്സിയ. പേശിയുടെ ബുദ്ധിമുട്ടുകളാണ് അപ്രാക്സിയ. ഇനി എന്താണ് നാവ് കുഴയൽ? ഡിസാർത്രിയ. തലച്ചോറിൻ്റെ പ്രവർത്തന തകരാറ് കൊണ്ടാണ് നാവ് കുഴയൽ സംഭവിക്കുന്നത്. എന്താണ് അഫാസിയ? മുഖപേശികളുടെ ചലനത്തിൽ ഉള്ള വ്യത്യാസം സംസാരിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതെ വരുന്നു. മുഖപേശികളുടെ ചലനത്തിലുള്ള വ്യത്യാസം കാരണം തലച്ചോറിൻ്റെ വൈകല്യമാണ് ഇതിന് ഒരു കാരണം. ഭാഷ ശരിയാവണ്ണം പ്രയോഗിക്കാൻ മറന്നു പോകുന്നതും ഈ അഫാസിയയുടെ ഒരു ലക്ഷണമാണ്.